അങ്ങനെ അവർ കമ്പത്തെത്തിയതിന് ശേഷം അവർ ഈ ഫോൺ നമ്പർ വെച്ച് അവിടുത്തെ സൂപ്രണ്ട് ഓഫീസിൽ തന്നെ ഈ ഫോൺ നമ്പറുമായിട്ട് അവർ ചെന്നിട്ട് ഈ ഫോൺ നമ്പറിനെ കുറിച്ച് അന്വേഷിച്ചു. SI എന്നുള്ള രീതിയിൽ ആ ജില്ലയിലുള്ള എല്ലാ പോലീസുകാരെക്കുറിച്ച് അറിയാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവർ സൂപ്രണ്ട് ഓഫീസിൽ ചെന്നിട്ട് ഈ നമ്പറിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അന്ന് തിരുവനന്തപുരം റൂറൽ SP ആയിരുന്ന കിരൺ IPS മാഡം കമ്പത്തെ SP ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്, അവരെ സഹായിക്കണം എന്ന് പറഞ്ഞു ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ആ ഇത് പ്രകാരം കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ SIയും പാർട്ടിയും കമ്പത്തെത്തി ഈ ഫോൺ നമ്പറിനെ കുറിച്ച് അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് മനസ്സിലായി. അയാൾ ഈ SP ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള DCRB ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഒരു സബ് ഇൻസ്പെക്ടറാണെന്ന് മനസ്സിലായി. അയാളൊരു സബ് ഇൻസ്പെക്ടറാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അയാളുടെ സഹായങ്ങൾ കിട്ടും എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അങ്ങനെ ആ കാര്യം ഉറപ്പിച്ചതിന് ശേഷം അയാളെ നേരിട്ട് കണ്ട് അയാളോട് കൊട്ടാരക്കര എന്നുള്ള ആ ഫോൺ കോളിനെ കുറിച്ചും അവിടുന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത തുകയെക്കുറിച്ചും ചോദിച്ചു കഴിഞ്ഞപ്പോൾ 3-4 ദിവസം മുമ്പ് കേരളത്തിൽ നിന്ന് തൊഴിലന്വേഷിച്ച് വന്നിരുന്ന ഒരാളെ SI വഴിയിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടിരുന്നുവെന്നും അയാൾ തൊഴിലന്വേഷിച്ച് വന്നതെന്നുള്ള രീതിയിൽ ഈ SI ആയിട്ട് സംസാരിക്കുകയും ആ സമയത്ത് SIയുടെ സഹോദരിക്ക് കമ്പത്തുനിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറി അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ഒരു പണിക്കാരനെ ആവശ്യമായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഈ SI ഇയാളെ ആ സഹോദരിയുടെ അടുത്ത് പണിക്ക് കൊണ്ടുവന്നാക്കിയെന്നും 2 ദിവസം, അപ്പോൾ ആ വന്ന ദിവസം വെള്ളിയാഴ്ചയും കണ്ടായിരുന്നു, വെള്ളിയും ശനിയും പണിയെടുത്തതിന് ശേഷം ഈ ഞായറാഴ്ച നാട്ടിലൊന്ന് പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് അയാൾ നാട്ടിലേക്ക് പോയിരുന്നു എന്നും പിന്നീട് എവിടെ നിന്നോ ഫോണിൽ വിളിച്ച് കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം ഒരു 400 രൂപ ഇട്ട് കൊടുക്കണമെന്ന് ഒരു ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഇയാൾ 400 രൂപ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അയാൾ അതിന് ശേഷം ഈ പണി അന്വേഷിച്ച് വന്ന ആൾ തിരിച്ച് സഹോദരിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്, സഹോദരിയുടെ അടുത്തുണ്ട് എന്നുള്ള വിവരം ഈ SIയുടെ അടുത്ത് SI കണ്ടപ്പോൾ ചോദിച്ചു, ഇപ്പോൾ മനസ്സിലാക്കി. കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും പാർട്ടിയും കൂടെ കൂടി SIയുടെ സഹായത്തോടുകൂടി സഹോദരിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഈ രഞ്ജിത്തുണ്ടായിരുന്നു. രഞ്ജിത്തിനെ അവർ കയ്യോടെ തന്നെ പിടിച്ചു. രഞ്ജിത്തിനെ ചോദ്യം ചെയ്തു. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ മായയും രഞ്ജിത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സമയത്ത് അവർ പരസ്പരം സ്നേഹിച്ചു, അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയതിന് ശേഷം ഈ മായയുടെ കുട്ടികളോട് കൂടുതൽ സ്നേഹമുള്ളതായിട്ട് രഞ്ജിത്തിന് തോന്നി തുടങ്ങി. മായയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് മായ രഞ്ജിത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മായയുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ രഞ്ജിത്തിന് തോന്നി. അതുകൊണ്ടാണ് രഞ്ജിത്ത് അവിടെ നിന്നുള്ള അവരുടെ താമസം മാറ്റിയതിന് ശേഷം ഇവർ കാട്ടാക്കടയിൽ വാടകയ്ക്കെടുത്ത് താമസിച്ചു തുടങ്ങിയത്. കാട്ടാക്കടയിൽ വാടകയ്ക്കെടുത്തതിന് വന്ന് താമസിച്ചതിന് ശേഷവും ഈ ബന്ധം അത്ര സുഗമമായിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. മായയ്ക്ക് കൂടുതലും സ്നേഹം കുട്ടികളോടാണ്. ഈ ബന്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോകണമെന്നുള്ള രീതിയിൽ മായ സംസാരിച്ചു തുടങ്ങി എന്ന് രഞ്ജിത്തിന് തോന്നി. അത് രഞ്ജിത്തിനൊരു വലിയ ചതിയായിട്ട് തോന്നി. അതിനിടയിൽ രഞ്ജിത്തിൻ്റെ ഒരു ബന്ധു കുറച്ച് നാൾ അവിടെ വന്ന് താമസിച്ചിരുന്നു. ആ സമയത്തും രഞ്ജിത്തും മായയും കൂടെ ചില സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ട്. അങ്ങനെ വഴക്കുണ്ടാവുമെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ അവർ തമ്മിൽ വീണ്ടും പറഞ്ഞു തീർന്ന് അങ്ങനെ അങ്ങ് പോകാറാണ് പതിവ്. പക്ഷേ മായയുടെയും രഞ്ജിത്തിൻ്റെയും വഴക്ക് കണ്ട് അതിനകത്ത് ഇടപെടുകയും പിന്നെ അതൊരു സ്വരച്ചേർച്ചയില്ലായ്മ വരികയും ചെയ്തതോടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ബന്ധു ഈ സംഭവത്തിന് ഒരു 4-5 ദിവസം മുമ്പ് അവിടെ ഇവരുടെ അടുത്ത് താമസം മാറിപ്പോയി. പിന്നീട് മായയും രഞ്ജിത്തും തന്നെയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവർ രാത്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഇരുട്ടാണ്, അവിടെ വീട്ടിൽ കറണ്ടില്ല, ഭാഗത്തൊക്കെ ഇരുട്ടാണ്. അപ്പോൾ അവർ രാത്രി ഇടയ്ക്കിരുന്ന് സംസാരിക്കാറുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം അവർ കാട്ടാക്കട പോയി ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം മടങ്ങി വന്ന് ഇവിടെ വീടിൻ്റെ താഴെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് മായയും രഞ്ജിത്തും കൂടെ വഴക്കായി മാറി. അപ്പോഴത്തെ ദേഷ്യത്തിൽ രഞ്ജിത്ത് മായയ്ക്ക് ഒരു ഇടി വെച്ച് കൊടുത്തു, നല്ലൊരു ഇടി വെച്ച് കൊടുത്തു. ആ ഇടി കൊണ്ട് മായ താഴെ വീണോടുകൂടി രഞ്ജിത്ത് മുകളിലേക്ക് വീട്ടിലേക്ക് കയറിപ്പോയി. സാധാരണ അങ്ങനെ മായ പരിക്കേറ്റൊക്കെ വീണിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് വരാറ് പതിവ്. അപ്പോൾ രഞ്ജിത്ത് അങ്ങനെ മായ കയറി വരുന്നുള്ള രീതിയിൽ അവിടെ മുകളിൽ കാത്തിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ടും മായ കയറി വരാത്ത കാരണം രഞ്ജിത്ത് വീണ്ടും വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മായയ്ക്ക് അനക്കമില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അത് രാത്രിയാണ്. ഈ സമയം അവർ കാട്ടാക്കടയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കുറേ രാത്രിയായിരുന്നു.
വഴക്കൊക്കെ ഉണ്ടാക്കിയത് ഏകദേശം 3 മണി 3:30 രഞ്ജിത്ത് വീട്ടിൽ പോയി എന്നിട്ട് തിരിച്ചു വന്ന് നോക്കി, പുലർച്ചെ ആവണല്ലോ, ഏകദേശം ഒരു 4:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നു നോക്കി കഴിഞ്ഞപ്പോൾ മായ അവിടെ കിടക്കണം കണ്ടു. അപ്പോൾ സംഗതി പന്തിയല്ല എന്ന് ഇയാൾക്ക് തോന്നിയതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടേക്കാം എന്നോർത്ത് അയാളുടെ ഫോൺ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അയാളുടെ ഓട്ടോയും ഉണ്ടായിരുന്നു, ഓട്ടോ കൊണ്ട് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോയും കൊണ്ട് എടുത്തുകൊണ്ട് ഇറങ്ങി കാട്ടാക്കട എത്തി. കാട്ടാക്കട ഒരു സ്ഥലത്ത് ഈ ഓട്ടോറിക്ഷ ഈ ഉള്ളിലേക്ക് കയറിയ ഒരു വഴിയിൽ ഈ ഓട്ടോറിക്ഷ അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇട്ടതിന് ശേഷം അയാൾ അവിടുന്ന് പോയി. കാട്ടാക്കട കഴിഞ്ഞ് കുറേ നേരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്നും അത് പോലീസ് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ടാണ് വട്ടപ്പാറ പോയത്. അങ്ങനെ വട്ടപ്പാറ എത്തിയതിന് ശേഷം വീണ്ടും രഞ്ജിത്ത് തിരിച്ച് കൊടപ്പനക്കുന്ന് ഭാഗത്തേക്ക് തന്നെ ഒരു ഓട്ടോയിൽ കയറി അവിടെ എത്തിയെന്നും കൊടപ്പനക്കുന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്ന് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അയാൾ കൊടപ്പനക്കുന്ന് നിൽക്കാതെ അവിടെ നിന്ന് കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കരയിൽ നിന്ന് ജോലി അന്വേഷിച്ച് തമിഴ്നാട്ടിലേക്ക് പോയത്, കമ്പം ഭാഗത്തേക്ക് ചെന്നത്. നേരത്തെ ഇയാൾ വാഹനം ഓടിച്ച് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്പത്ത് അയാൾ വാഹനം ഓടിച്ച് പോയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എന്തെങ്കിലും ജോലി കിട്ടുമെന്നുള്ള രീതിയിലാണ് അയാൾ കമ്പത്തെത്തി ജോലി അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ SIയുടെ മുന്നിൽ ചെല്ലുകയും SI ഇയാളെ ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തത്. അപ്പോൾ ആ ഹോട്ടലിൽ മറ്റൊരു പണിക്കാരിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ രഞ്ജിത്ത് അവരുമായിട്ട് ഇതിൽ അടുപ്പത്തിലായി. ഇനി അവരെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മായയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയാണ് 2 ദിവസം അവിടെ ജോലി ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് തിരുവനന്തപുരത്തെത്തി. മായയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വികാസ് ഭവൻ്റെ അടുത്തുള്ള ഈ കടയിലെത്തിയിട്ട് ഫോൺ കയ്യിലില്ലാത്ത കാരണം അയാളുടെ ഫോൺ കടം മേടിച്ച് ഈ കെട്ടിടോടമസ്ഥനെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ ഫോണിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ മായ മരിച്ചുപോയി എന്ന് കെട്ടിടോടമസ്ഥൻ പറഞ്ഞു എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് നിൽക്കാതെ പെട്ടെന്ന് തന്നെ അയാൾ തിരിച്ച് വീണ്ടും കൊട്ടാരക്കര എത്തിയിട്ട് അവിടുന്ന് കമ്പത്തെത്തി ഈ ഹോട്ടലിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോഴാണ് പോലീസ് അന്വേഷിച്ചിരുന്ന അയാളെ കണ്ടെത്തുന്നത്. പിന്നെ അയാളെ ചോദ്യം ചെയ്ത് അയാൾ കേസിലെ പ്രതിയാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അങ്ങനെ അയാളായിട്ട് തിരിച്ചിവിടെ എത്തി. അയാളുടെ ഫോൺ ഒരു രീതിയിലും പോലീസ് അയാളുടെ പുറകെ വരാതിരിക്കാൻ വേണ്ടി ഈ സംഭവം നടന്ന ഒരു 2 കിലോമീറ്റർ മാറി ഒരു വീട്ടിലേക്ക് ഈ ഫോൺ തല്ലിപ്പൊട്ടിച്ചിട്ട് അവിടെ അതിൻ്റെ മതിലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ഫോൺ ബന്ധുവസിലെടുത്ത് അയാളുടെ മൊഴിപ്രകാരം ബന്ധുവസിലെടുത്തു. അതുപോലെ തന്നെ കേസിലെ അയാൾ പോയ സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങൾ ആ ടൈം വെച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കടന്നു പോകുന്ന ഇരുട്ടത്ത് അയാൾ കടന്നു പോകുന്ന ക്ലിയർ അല്ല, പക്ഷേ കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ കിട്ടി. അതുപോലെ തന്നെ അയാൾ ഓട്ടോറിക്ഷ കാട്ടാക്കട ഉപേക്ഷിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അയാൾ ഉപേക്ഷിച്ചിരുന്ന ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ കേസിലേക്കുള്ള മറ്റ് തെളിവുകളെല്ലാം ശേഖരിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. അയാൾക്ക് കോടതി ജാമ്യം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിനു മുമ്പും രഞ്ജിത്ത് മായയെ ദേഹോദരം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മായ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകളെല്ലാം ശേഖരിച്ച് ഈ കേസിൽ കുറ്റകൃത്യം ചെയ്തത് രഞ്ജിത്ത് തന്നെയാണെന്നുള്ള കോടതി മുമ്പാകെ സ്ഥാപിക്കാൻ പറ്റുന്ന തെളിവുകളെല്ലാം ശേഖരിച്ച് രഞ്ജിത്തിൻ്റെ പേരിൽ ചാർജ് കോടതി മുമ്പ് ഹാജരാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HDയിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2024 ഒക്ടോബർ മാസം 6-ാം തീയതി എറണാകുളം സെൻട്രൽ സബ് ഡിവിഷൻ്റെ കീഴിലുള്ള മുളവുകാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ബോൾഗാട്ടി പാലസിൽ നോർവീജിയൻ DJ ആയ അലൻ വാക്കറിൻ്റെ ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുക്കിങ്ങൊക്കെ നേരത്തെ തന്നെ വളരെ തിരക്കുണ്ടാവും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ടിക്കറ്റ് ബുക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പോലീസ് ബന്ദോബസ്തും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ബോൾഗാട്ടി പാലസിലുള്ള ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു അലൻ വാക്കറുടെ പരിപാടി. ഒരു 7 മണിയോടുകൂടി ആളുകൾ എല്ലാം വന്നു തുടങ്ങി. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. അങ്ങനെ അലൻ വാക്കറുടെ പരിപാടിക്ക് അത്യാവശ്യം പോലീസ് സംവിധാനങ്ങളും എല്ലാമായിട്ട് പരിപാടി തുടങ്ങി. ഈ പരിപാടി തുടങ്ങി ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. പരിപാടി ഭയങ്കര നൃത്തപരിപാടികളും നൃത്തവും ഇതിൽ കാണികൾ തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ പാട്ടിന് ഒത്ത് നൃത്തം ചെയ്യുകയും അങ്ങനെ വലിയ തിരക്കായിരുന്നു. അതിനിടയ്ക്ക് 1-2 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയതായിട്ട് പരാതി പറഞ്ഞു. അപ്പോൾ ഈ നൃത്തം ചെയ്യുന്നവർ മിക്കവാറും പേര് അവരുടെ പുറകിലത്തെ പോക്കറ്റിലൊക്കെ മൊബൈൽ ഫോൺ ഇട്ടിട്ടാണ് നൃത്തം ചെയ്യുന്നത്.
അപ്പോൾ ആ സമയത്ത് ഞാൻ കരുതിയത് ഈ നൃത്തം ചെയ്യുന്ന സമയത്ത് വീണു പോയതായിരിക്കും എന്ന് കരുതി. പിന്നീട് ഡ്യൂട്ടിയിലുള്ള മറ്റ് പോലീസുകാരെല്ലാം പലരും ഇങ്ങനെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായിട്ട് 1-2 പേരൊക്കെ വന്ന് പരാതി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഒരു ധാരണ ഈ നൃത്തം ചെയ്യുന്നവരുടെ അതിൻ്റെ സന്തോഷത്തിൽ അവർ കൂടുതൽ ചാടുന്നതുകൊണ്ട് അവരുടെ പോക്കറ്റിലൊക്കെ വെച്ചിരുന്ന മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ അത് പിറ്റേ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഗ്രൗണ്ടിലുണ്ടാവും എന്നുള്ളൊരു ധാരണയാണ് എനിക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, രാവിലെ തന്നെ അവിടെ നൈറ്റ് പട്രോൾ ഡ്യൂട്ടിയിലുള്ളവർ ഈ ഇവിടുത്തെ സംഗീത പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ആളുകളുടെ തിരക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്രൗണ്ടിൽ പോയി നോക്കണം, അവിടെ മൊബൈൽ ഫോണുകൾ വീണ് കിടക്കണ്ടോ എന്ന് നോക്കണം എന്ന് ഞാൻ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഈ സംഗീത പരിപാടിക്കിടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്തിരുന്നു. ആ മഴയും ഈ ആളുകളുടെ അവിടെ ആളുകൾ ചാടുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ചെളി നിറഞ്ഞ സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ മുളവുകാട് പോലീസ് സ്റ്റേഷനിലെ നൈറ്റ് പട്രോൾ ഡ്യൂട്ടിക്കാരെല്ലാം രാവിലെ വെളിച്ചം വന്ന സമയത്ത് തന്നെ ആ ഗ്രൗണ്ട് പരിശോധിച്ചെങ്കിലും അവർക്ക് അവിടുന്ന് ഒരു ഫോണും താഴെ കിടന്ന് കിട്ടിയില്ല. പക്ഷേ രാവിലെ നേരം വെളുത്തതിന് ശേഷം മുളവുകാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൂടുതൽ പരാതികൾ വരാൻ തുടങ്ങി. പലരുടെയും ഫോൺ നഷ്ടപ്പെട്ടതായിട്ട് ഫോണിലും അതുപോലെ നേരിട്ടുമൊക്കെ വന്ന് പലരും ഈ സംഗീത പരിപാടിക്കിടയിൽ ഫോൺ നഷ്ടപ്പെട്ടതായിട്ട് പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അങ്ങനെ ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേക്കും 38ഓളം ഫോൺ തലേദിവസം രാത്രി സംഗീത പരിപാടികൾക്കിടയിലായിട്ട് നഷ്ടപ്പെട്ടതായിട്ടുള്ള പരാതികൾ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ കിട്ടി. അപ്പോൾ അത് യാദൃച്ഛികമല്ല അല്ലെങ്കിൽ വീണുപോയതല്ല എന്നുള്ള ഒരു സംശയം ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് തോന്നി. നഷ്ടപ്പെട്ട ഫോണുകൾ മിക്കവാറും എല്ലാം വില കൂടിയ ഫോണുകളായിരുന്നു. അതിൽ പകുതിയിൽ കൂടുതൽ ഐഫോണുകളായിരുന്നു. അതിലും ഐഫോണിൽ തന്നെ വില കൂടിയ ബ്രാൻഡുകളെല്ലാം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി തുടങ്ങി. ഈ നഷ്ടപ്പെട്ട ഫോണുകളുടെ IMEI നമ്പറുകളും മറ്റും വച്ച് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയെങ്കിലും ആ ഈ കേസിൽ കണ്ടെത്താൻ പറ്റുന്ന തെളിവുകളൊന്നും അന്നേരം കിട്ടിയില്ല. എല്ലാ മൊബൈലുകളും സ്വിച്ച് ഓഫാണ്, മറ്റു വിവരങ്ങളൊന്നുമില്ല. ഏതെങ്കിലും ഒരു മോഷണ സംഘം വല്ലതും അവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു സംശയം തോന്നിയതിനെ തുടർന്ന് ഈ രീതിയിലുള്ള മോഷണം നടത്തുന്ന നമ്മളുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് അങ്ങനെയുള്ള ഗ്യാങ്ങുകൾ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഗ്യാങ് കേരളത്തിൽ മോഷണം നടന്നതായിട്ട് വിവരം കിട്ടിയില്ല. പിന്നെ തുടർന്നുള്ള അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഈ അലൻ വാക്കറുടെ ഒരു പ്രോഗ്രാം ഇതിന് ഒരാഴ്ച മുമ്പ് ബാംഗ്ലൂർ നടന്നിരുന്നു. അപ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ അലൻ വാക്കറുടെ പരിപാടി നടന്ന ആ ഭാഗത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും ഏകദേശം 22ഓളം ഫോണുകൾ നഷ്ടപ്പെട്ടതായി വിവരം കിട്ടി. കൂടുതൽ അവിടെ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ കർണാടക പോലീസിലുള്ള ചിലരെ വിളിച്ച് അവരുടെ സഹായത്തോടുകൂടി കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ ബാംഗ്ലൂരിൽ ഇതുപോലെ തന്നെ 2022 ഒരു പാർട്ടിക്കിടയിൽ ഒരു സംഗീത പരിപാടിക്കിടയിൽ ഇങ്ങനെ മൊബൈൽ ഫോണുകൾ മോഷണം നടന്നതായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അതിൽ കുറച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നും വിവരം കിട്ടി. അപ്പോൾ ഈ കേസിൽ ഇവിടെ ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ച് അപ്പോൾ തന്നെ മുളവുകാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ തോമസും അവിടുത്തെ സ്ക്വാഡംഗങ്ങൾ 2-3 പേരും കൂടി അപ്പം തന്നെ അവർ ബാംഗ്ലൂർക്ക് പോയി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എടുക്കാൻ വേണ്ടി. അങ്ങനെ ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ 2022 നടന്ന കേസിൽ അവർ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ വസീം അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പ്രതി, അതുപോലെ തന്നെ വേറെ 2-3 പ്രതികളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതികളുടെ വിവരം, അവരുടെ അഡ്രസ്സും എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. ആ വിവരങ്ങൾ ബാംഗ്ലൂർക്ക് പോയ പാർട്ടി മുളവുകാട് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു തന്നു. അങ്ങനെ അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ പരിധിയിലുള്ള എറണാകുളം സെൻട്രൽ സബ് ഡിവിഷൻ പരിധിയിലുള്ള ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. മുളവുകാട് ബോൾഗാട്ടി പാലസിലേക്ക് വരാൻ സാധ്യതയുള്ള ആ ഭാഗം അവിടെ നിന്ന് തുടങ്ങിയുള്ള ലോഡ്ജുകൾ, ആളുകൾ താമസിക്കുന്ന ലോഡ്ജുകളിൽ ഈ അഡ്രസ്സ് വെച്ച് അന്വേഷണം നടത്തി വന്നു കഴിഞ്ഞപ്പോൾ സെൻട്രൽ സ്റ്റേഷൻ പരിധിയിൽ ഒരു ലോഡ്ജിൽ ഇതേ പേരുള്ള ആൾ, ഇതേ മേൽവിലാസമുള്ള ആൾ അവിടെ ഒരു ലോഡ്ജിൽ ഒരു 3 പേരുമായിട്ട് വന്ന് താമസിച്ചതായിട്ട് വിവരം കിട്ടി. അപ്പോൾ ആ ലോഡ്ജിൽ നിന്ന് ആ സമയത്ത് ഇയാളുടെ ഫോൺ നമ്പർ കിട്ടി. സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി പരിശോധന നടത്തിയപ്പോൾ വസീം അഹമ്മദ് കൊച്ചിയിൽ വന്നിരുന്നു, ഈ അലൻ വാക്കറുടെ പരിപാടിയിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ അയാൾ
അതിനുശേഷം ഇവിടുന്ന് ട്രെയിനിൽ ആണെന്ന് നമുക്ക് കണക്കൂട്ടാവുന്ന രീതിയിൽ അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഏകദേശം ബോംബെ ഒക്കെ കഴിഞ്ഞ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഡൽഹി ആയിരിക്കും ലക്ഷ്യമാക്കി പോകുന്നത് എന്നുള്ള രീതിയിലുള്ള കണക്കൂട്ടലുകൾ കിട്ടി. ഇങ്ങനെ ഈ അന്വേഷണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് വേറൊരു വിവരം, ഈ കേസിനെ വളരെ നിർണായകമായ വേറൊരു വിവരം കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നഷ്ടപ്പെട്ട ഈ 38 ഫോണുകൾ നഷ്ടപ്പെട്ടു പോയതിൽ ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാളുടെ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു. അതൊരു ഐഫോണാണ്. ആ ഐഫോണിന് ഏകദേശം 1.5 ലക്ഷത്തോളം വിലയുള്ള നല്ല ഫോണാണ്. ആ ഫോണിനൊരു ക്വാളിറ്റി ഉണ്ട്. ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നെങ്കിലും അതിൻ്റെ ഉടമസ്ഥൻ ആ ഫോണിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ആപ്പിൾ ID വെച്ച് മറ്റൊരു കമ്പ്യൂട്ടറിൽ സൈൻ ഇൻ ചെയ്തിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള പ്രോഗ്രാം വെച്ച് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പോലും അത് മറ്റേതെങ്കിലും ആപ്പിൾ ഡിവൈസിൻ്റെ അടുത്തെത്തുമ്പോൾ, ആപ്പിൾ ഫോണിൻ്റെയോ അല്ലെങ്കിൽ ആപ്പിൾ ഐപാഡിൻ്റെയോ എല്ലാം അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോണും തമ്മിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഫോണിൻ്റെ ഒരു ലൊക്കേഷൻ, ആ ഫോണുള്ള ലൊക്കേഷൻ ഈ ഉടമസ്ഥന് അയച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വസീം അഹമ്മദും പാർട്ടിയുമാണ് ഇവിടെ മോഷണം നടത്തി അവർ ഡൽഹിക്ക് പോയിരിക്കുകയാണ് എന്നുള്ള വിശ്വാസത്തിൽ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അഭിലാഷിൻ്റെ ഫോൺ, അത് ആദ്യത്തെ ലൊക്കേഷൻ കിട്ടുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണ്. അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് ഈ ഫോണിൻ്റെ ലൊക്കേഷൻ കിട്ടിയ ഉടൻ തന്നെ ഇവിടെ നിന്ന് മുളവുകാട് SI പാർട്ടിയും നെടുമ്പാശ്ശേരിക്ക് പോയി. അവിടെ പ്രതികളെ അവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി അവർ കിട്ടിയ ലൊക്കേഷൻ വെച്ച് അവിടെ കുറേ അന്വേഷണങ്ങളെങ്കിലും നടത്തിയെങ്കിലും അവർക്ക് മറ്റു വിവരങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഫോണിൻ്റെ ലൊക്കേഷൻ, ഈ അഭിലാഷിൻ്റെ ഫോൺ വീണ്ടും മറ്റേതോ മൊബൈലിൻ്റെ അടുത്ത് വന്നിട്ട് റേഡിയേറ്റ് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ അഭിലാഷിന് കിട്ടി. അത് ബോംബെയാണ്. അപ്പോൾ ഈ 2-2.5 മണിക്കൂർ കൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലുണ്ടായിരുന്ന ഫോൺ ബോംബെക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഒരു സംഘം തന്നെ മോഷണത്തിന് ശേഷം 2 വിഭാഗമായിട്ട് പോകുന്നതായിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടൽ ആദ്യം നടത്തി. ഒരു ഭാഗം ട്രെയിനിൽ ഡൽഹിക്ക് പോകുന്നു, മറ്റത് അവർ ഫ്ലൈറ്റിൽ ബോംബെക്ക് പോയി. ഇനി അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൂടുതൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള ധാരണയിലായിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ബോംബെക്ക് പോയതായിട്ട് ഒരു വിവരം കിട്ടി. അപ്പോൾ ആ വിവരം വെച്ച് തുടർന്ന് ഉള്ള അന്വേഷണം നടത്താനുള്ളത് ആ സമയത്ത് ബോംബെയിലേക്ക് പോയ യാത്രക്കാരുടെ മുഴുവൻ ലിസ്റ്റ് എയർപോർട്ടിൽ നിന്ന് സംഘടിപ്പിച്ചു, അവിടുന്ന് കിട്ടി. അങ്ങനെ ആ ലിസ്റ്റ് വെച്ചുകൊണ്ട് അതിൽ മുഴുവൻ യാത്രക്കാരുണ്ട്, 100ൽ മേളിൽ യാത്രക്കാരുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പരിശോധിക്കാനായി മലയാളികളെല്ലാം ഒഴിവാക്കിയിട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആളുകളുടെ ലിസ്റ്റ് വെച്ച് അത് ആ ഫോണിലുള്ള എല്ലാവരുടെയും ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പർ വെച്ചിട്ട് അതിൻ്റെ CDR വെച്ച് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ബോല യാദവ് എന്ന പേരുള്ള ഒരാൾ ഇതുപോലെ തന്നെ നേരത്തെ വസീം അഹമ്മദിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൊച്ചിയിൽ ഈ പ്രോഗ്രാമിന് മുമ്പ് എത്തി ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിന് ശേഷം അന്ന് ആ ലൊക്കേഷൻ കിട്ടുന്ന ദിവസം കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോയിട്ടുണ്ട്. ഡൽഹിക്ക് പോയ ടീമാണോ ഈ ടീമാണോ കേസിൽ ഉൾപ്പെട്ടതെന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പരിഗണിച്ച് കഴിഞ്ഞപ്പോൾ ബോല യാദവിൻ്റെ കാര്യം ഏകദേശം ഉറപ്പുള്ള കാര്യമാണ്. കാരണം ബോല യാദവാണ് പോയിരിക്കുന്നതെങ്കിൽ ഒരു ഫോൺ അയാളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കളവ് മുതലോടുകൂടി അറസ്റ്റ് ചെയ്യാം. വസീം അഹമ്മദിൻ്റെ കാര്യം, വസീം അഹമ്മദ് നേരത്തെ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതാണെന്നും അതുപോലെ തന്നെ അയാൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ള കാര്യമേ ആ സമയത്ത് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബോല യാദവിനെ ലക്ഷ്യമാക്കി ഇവിടെ നിന്ന് മുളവുകാട് SI തോമസും പാർട്ടിയും അപ്പോൾ തന്നെ ഇവിടുന്ന് അവർ ബോംബെക്ക് പുറപ്പെട്ടു. അങ്ങനെ ബോംബെയിലെത്തി അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഈ ബോല യാദവിൻ്റെ ഫോൺ നമ്പറും ഒക്കെ വെച്ച് ലോഡ്ജുകൾ പരിശോധന നടത്തിയപ്പോൾ ബോല യാദവിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ 2 പേരാണ് ഇവിടെ വന്ന് തിരിച്ചു പോയിട്ടുള്ളതെന്നുള്ള കാര്യം മനസ്സിലായി. ആ ആളും ബോല യാദവിൻ്റെ കൂടെ തന്നെ ഫ്ലൈറ്റിൽ ബോംബെക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ബോല യാദവിൻ്റെ താമസിക്കുന്ന സ്ഥലത്തെത്തി ഇയാളെക്കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു ബാഡ് ക്യാരക്ടറാണെന്നുള്ള കാര്യം മനസ്സിലായി. അയാൾക്ക് കുറച്ച് കേസുകളൊക്കെ ഉള്ളതാണ്. പക്ഷേ അയാളെ പിടിച്ചാലാണ് കേസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. മഹാരാഷ്ട്രയിലുള്ള പോലീസിൻ്റെ സഹായത്തോടുകൂടി ഇയാളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഇവിടുന്ന് പോയ ടീം പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളൊരു ഗലിയിലാണ് താമസം. ഗലി എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളുള്ള ഒരു ഭാഗമാണ്. അവിടെ ഇയാളുടെ വീട് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അത് പോലീസുകാർക്ക് അറിയില്ല, അന്വേഷിച്ച് വേണം കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ വളരെ രഹസ്യമായി അവിടുത്തെ ആളുകളുടെയൊക്കെ സഹായത്തോടുകൂടി ഈ ബോല യാദവിൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്ത്
മഹാരാഷ്ട്ര പോലീസിൻ്റെ തന്നെ സഹായത്തോടുകൂടി അയാളുടെ വീട്ടിൽ കയറി അയാളെ പിടിച്ചു. അയാളെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 10-15ഓളം ഫോണുകൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾ ഇവിടുന്ന് മോഷണം ചെയ്ത് കൊണ്ടുപോയ ഫോണുകളായിരുന്നു. അതിൽ ഈ അഭിലാഷിൻ്റെ ഫോണടക്കം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. കൂട്ടുപ്രതിയെക്കുറിച്ചുള്ള വിവരം കിട്ടി. കൂട്ടുപ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇത്രയും ഫോണുകളും ബന്ധുവസിലെടുത്തു. പക്ഷേ ഇനിയും 10-23 ഫോണുകൾ കിട്ടാനുണ്ട്. അത് ഈ ഭോലാ യാദവിനെ പല രീതിയിൽ ചോദ്യം ചെയ്തെങ്കിലും അവർ ഈ 2 പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർ ഇതിന് വേറെ സംഘങ്ങളോ അല്ലെങ്കിൽ അവർ ഫോൺ വേറെ ആളുകളും കൊണ്ടുപോയതായിട്ടോ ഒന്നും അവരെ ചോദ്യം ചെയ്തിട്ട് അങ്ങനെ ഒരു വിവരം കിട്ടിയില്ല. അപ്പോൾ ഈ വസീം അഹമ്മദും ടീമും ഇവരുടെ സംഘാംഗങ്ങളല്ലാന്ന് മനസ്സിലായി. അങ്ങനെ അപ്പോൾ തുടർന്ന് അന്വേഷിക്കേണ്ട 23ഓളം ഫോണുകൾ ഇനി കണ്ടെത്താനുണ്ട്. അങ്ങനെ അടുത്ത ടീം എറണാകുളം സെൻട്രലിലെ SI അനൂപും പാർട്ടിയും ബാക്കി അവിടെയുള്ള ഷാജി അങ്ങനെ 1-2 പേരെല്ലാം കൂടി അവരപ്പോൾ തന്നെ ഡൽഹിക്ക് പുറപ്പെട്ടു. അങ്ങനെ ഡൽഹിയിൽ അവരെത്തി. ഡൽഹിയിലെത്തി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ബോംബെയിലേക്കാൾ വളരെ മോശം സാഹചര്യമാണ് ഡൽഹിയിലുള്ളത്. ഡൽഹിയിൽ ഈ വസീം അഹമ്മദും മറ്റും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. അതിന് ചുറ്റും അതുപോലെ തന്നെ ഈ ഗലി പോലെയുള്ള വീടുകളാണ്. വീട് കണ്ടെത്താൻ വേണ്ടി അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടുകൂടി വീട് കണ്ടെത്തി. പക്ഷേ ആ സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ വരുന്നത് വരെ അവരവിടെ കാത്തു നിന്ന് അയാൾ വന്ന സമയത്ത് ഈ വീട്ടിൽ കയറി പരിശോധിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് അയാളെ പിടിച്ച് പരിശോധനകൾ നടത്തി കഴിഞ്ഞപ്പോൾ ഇയാളുടെ അടുത്ത് നിന്നും ഈ കൊച്ചിയിൽ നിന്ന് മോഷണം പോയ ഫോണുകൾ അയാൾ മോഷണം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് അയാളുടെ അടുത്ത് നിന്ന് കണ്ടെത്തി. കൂടെ അയാളുടെ കൂട്ടത്തിൽ 4 പേരുള്ളതിൽ 2 പേരെ അവിടെ വെച്ച് തന്നെ അയാളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ബാക്കി ഒരാൾ, അത് ആ ആളാണ് ഈ കേസിലെ പ്രധാന പ്രതി എന്ന് അവരുടെ മൊഴി പ്രകാരം പറഞ്ഞു. പക്ഷേ അയാൾ ആ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാളെ കിട്ടാതെ അവിടുന്ന് പോരാൻ പറ്റില്ല. അങ്ങനെ ഇവിടുന്ന് പോയ SIയും പാർട്ടിയും ഇയാളെ പിടിക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വസീം അഹമ്മദിൻ്റെ വീടിൻ്റെ തട്ടിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ശബ്ദം കേട്ട പോലെ അവർ തോന്നിയത്. അവരന്നേരം അവിടെയുള്ള ഡൽഹി പോലീസിലെ ആളുകളുടെ സഹായത്തോടുകൂടി തട്ടിൻ്റെ ഭാഗം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ 4ാം പ്രതി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഈ 4 പ്രതികളെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുന്ന് പോയ ഫോണുകൾ, ബാക്കിയുള്ള ഫോണുകളും കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. അതുമായിട്ട് അവരും ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തി. 4 പ്രതികൾ ഇവിടുന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോലീസുകാരും കൂടി അവരെ കൊണ്ടുവരാൻ വേണ്ടി അവിടം വരെ പോയിരുന്നു. അങ്ങനെ പ്രതികളുമായിട്ട് ഇവിടെ എത്തി അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള മോഷണങ്ങൾ നടത്തുന്ന ഒരു ടീമാണ് ഭോലാ യാദവിൻ്റെ ടീമോ അങ്ങനെയുള്ളവരാണ്. ഇവർ തമ്മിൽ പരിചയമില്ല. പക്ഷേ ഇവർ 2 പേരും ഇങ്ങനെയുള്ള മോഷണങ്ങൾ നടത്തുന്ന ടീമാണ്. അവർ പ്രോഗ്രാമുള്ള സ്ഥലങ്ങളിൽ ചെല്ലും. അങ്ങനെ പ്രോഗ്രാമിന് പങ്കെടുക്കും. അതും VIP ടിക്കറ്റുകൾ തന്നെ എടുത്ത് പ്രോഗ്രാമിന് പങ്കെടുത്ത് അതിനിടയിൽ പ്രോഗ്രാം കാണുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ ഇങ്ങനെയുള്ള നല്ല വില കൂടിയ ഫോണുകൾ പോക്കറ്റടിക്കും. അത് ആളുകൾ അറിയാതെ പോക്കറ്റടിക്കും. ആ ഫോണുകളായിട്ട് അവർ തിരിച്ച് വളരെ സുരക്ഷിതമായിട്ട് തിരിച്ച് അവർ നാട്ടിലേക്ക് വരാറാണ് പതിവ്. അവർ അലൻ വാർക്കറുടെ തന്നെ ബാംഗ്ലൂർ പ്രോഗ്രാമിൽ ഈ കുറ്റകൃത്യങ്ങൾ അവർ നടത്തിയിരുന്നു. അതുപോലെ തന്നെ അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബോംബെയിലുള്ള പ്രോഗ്രാമിലും അവർ ഈ മോഷണം നടത്തിയിരുന്നു. ഇവരെ സാധാരണ രീതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയോ ഇങ്ങനെയുള്ള അന്വേഷണം നടത്താറോ ഇല്ല. പ്രതികളെ കേരളത്തിലെത്തിച്ചു. അവരെ അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും അവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും അവരുടെ രീതികൾ സാധാരണ രീതിയിൽ അവർ ചെയ്യുന്നത് ഈ ഫോണുകൾ ഫോണായിട്ട് ഉപയോഗിക്കാറില്ല. അതിനെ ബോംബെയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും അവിടെ കൊണ്ടു ചെന്നതിന് ശേഷം ഫോൺ അവർ പീസാക്കിയിട്ട് അതിൻ്റെ പാർട്സായിട്ട് വിൽക്കുകയാണ് പതിവ്. ഫോണായിട്ട് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അവരെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫോണായിട്ട് അവരത് ഉപയോഗിക്കില്ല. ഫോണായിട്ട് ഒരിക്കലും അതിൻ്റെ സിം ഇടുകയില്ല. ആ ഫോണുകൾ പാർട്സ് ഇവരുടെ അടുത്തുള്ള ഇവർ താമസിക്കുന്നതൊക്കെ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ്. ആ വഴിയും അതുപോലെ തന്നെ ദൂരേക്ക് ചിലപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് കേരളത്തിൽ തന്നെ പാർട്സായിട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പാർട്സായിട്ട് മാത്രമായിട്ടേ അവർ കൊടുക്കുകയുള്ളൂ. അങ്ങനെ അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അങ്ങനത്തെ കുറേ വിവരങ്ങൾ കിട്ടി. അതുപോലെ തന്നെ ഈ നമ്മൾ പോലീസ് ബന്ധവസിലെടുത്ത എല്ലാ ഫോണും കോടതി മുമ്പാകെ ഹാജരാക്കി നഷ്ടപ്പെട്ട ആളുകളുടെ എല്ലാം ഫോണിൻ്റെ IMEI നമ്പറുണ്ട്. ആ IMEI നമ്പർ വെച്ച് കമ്പയർ ചെയ്ത് ഓരോരുത്തരുടെ ഫോണും തിരിച്ചറിഞ്ഞ് അതിന് പ്രത്യേക റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫോണിൻ്റെ ആളുകൾ അതിന് കോടതിയിൽ ക്ലെയിം പെറ്റീഷൻ കൊടുത്ത് അവർക്ക് അത് കോടതിയിൽ നിന്ന് എടുക്കാം. അങ്ങനെ എടുത്തിട്ട് അവർ മോഷണം ചെയ്ത ഫോണുകൾ അവർ കോടതിയിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഡോക്ടറുടെ ഹെൽപ്പറായിട്ട് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയെ ഏകദേശം ഒരു 35 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയാണ്. അവരെ ഡോക്ടറുടെ പരിചയക്കാരനെന്നും പറഞ്ഞുകൊണ്ട് ഒരു ആളവിടെ കയറി വന്ന് അവരോട് സംസാരിച്ച്
പെട്ടെന്ന് തന്നെ ബലപ്രയോഗത്തിലൂടെ അവരെ ആ റൂമിൽ വെച്ച് കീഴടക്കി അവരെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയത്.